നമ്മളെ വീടിൻ്റെ അവിടെ ചിലപ്പുറത്ത് ഒടിമുക്കിൽ ഒരു കിണറിൻ്റെ പണി കരന്ന് കെട്ടുന്ന വീഡിയോ ആണ് കേട്ടോ. കിണറിൽ നിലവിൽ ഒരു 21 കോല് ആയുണ്ട്. ഒരു 3-4 വർഷം മുമ്പ് നമ്മൾ തന്നെ ചെയ്ത കിണറാണ്. ആ കിണറിൽ പാക്ക് വെച്ച് കെട്ടി അതിൻ്റെ മുകളിലാണ് പടവ് ഇടിഞ്ഞത്. പടവ് ഇടിയാന്ന് പറഞ്ഞാൽ ഒരു 4 പടവ് ഇടിഞ്ഞത്. നമ്മൾ 2 പടവ് നിലവിൽ കെട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു പടവും കൂടി കെട്ടണം. ഇത് ഉറപ്പെന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ഇങ്ങനെ അടർത്തിയാലേ അടർന്നു പോരും. ആ ഇടിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ. ഇതേപോലെ ഉറപ്പില്ലാത്ത ചെങ്കല്ലാണെങ്കിൽ ആദ്യം നമ്മൾ കെട്ടുന്നതാണ് നല്ലത്. പിന്നീട് നമ്മൾ അത് കെട്ടാൻ നിൽക്കുകയാണെങ്കിൽ നല്ലൊരു ഫണ്ട് ചിലവാകും. ഇതേപോലെ കരന്ന് കെട്ടുന്ന പണിക്ക് കുറച്ച് റിസ്ക് കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ ആവുന്നത്. ഒരു ദിവസം മാക്സിമം പോയാൽ 2-3 പടവേ നമുക്ക് കെട്ടാൻ കഴിയും. കിണർ കെട്ടാൻ വേണ്ടി ഓരിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. നല്ല ഉറപ്പുള്ള കഷ്ണമായിട്ട് നമ്മൾ റണ്ണറും പലകയായിട്ട് ഇടേണ്ടത്. പടവ് കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് മണ്ണ് നിറച്ച് ഫില്ല് ചെയ്യണം. ആ മണ്ണിനും കൂടിയുള്ള കണക്കാക്കിയിട്ടാണ് നമ്മൾ കരക്കുക. കോഴിക്കോട് നമ്മളെ നാട്ടിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ കരന്ന് കിട്ടുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്. ഉയരം മാറ്റുന്നത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം മാറ്റാൻ. കാരണം താഴോട്ട് വീണ് പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളതാണ്. ഉയരം മാറ്റിയതിന് ശേഷം ഇനി മുകളിലത്തെ പടവിനും കൂടി നമുക്ക് കരക്കാണ്ട്. ഓരോ പടവ് കിട്ടുമ്പോൾ നമ്മൾ ഉയരം മാറ്റി ഇടണം. എന്നാലേ നമ്മൾ പടവ് മര്യാദയ്ക്ക് കെട്ടാൻ കഴിയും. എപ്പോൾ നമ്മൾ ഉയരം മാറ്റുകയാണെങ്കിലും അത് ക്ലീൻ ചെയ്തതിന് ശേഷമേ ഉയരം മാറ്റിയിടാൻ പറ്റുള്ളൂ. ഈ ക്ലീൻ ചെയ്യുന്ന മണ്ണ് മുഴുവനും താഴോട്ടാണ് വീഴുക. നിലവിൽ നമ്മളെ ഈ കിണറിൽ 2 കോല് ചളിയുണ്ട്. അത് ക്ലീൻ ചെയ്ത് വെള്ളം അടിച്ച് വൃത്തിയാക്കിയാൽ സംഭവം നമ്മളെ പരിപാടി അവസാനിക്കും.